ഈ പിണറായിയുടെ കുടുംബം കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളസംഘമാണ്. ആ കൊള്ളസംഘത്തിന്റെ യുവ കൊള്ളക്കാരനാണ് ഈ റിയാസ് മരുമോൻ. നാറിയവനെ പേറിയവരും നാറും. നിങ്ങൾ നശിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കൊള്ളസംഘത്തെ നിങ്ങൾ അനുകൂലിക്കാൻ പാടില്ല. ഇവിടുന്ന് കട്ട മുതല് വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോവാണ്. അപ്പം ഒരു ഇന്റർനാഷണൽ കൊള്ളസംഘമാണ് ഈ റിയാസിന്റെയും വീണയുടെയും സംഘം. നമസ്കാരം. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വീണ വിജയനിൽ നിന്ന് മുഹമ്മദ് റിയാസിലേക്ക് കൂടി നീടുമ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടാനാണ് CPM-ന്റെ ശ്രമം. ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ആറിടത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടന്നപ്പോൾ അവിടെ എത്തിയ CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് പ്രതികരിച്ചതും അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയ പ്രേരിതമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം. അതിനാൽ തന്നെ ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നുള്ളതാണ് CPM നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയം CPM-നും അതുപോലെ തന്നെ പിണറായി വിജയനും തീരാ കളങ്കമായി തീരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് BJP-യുടെ മുൻ ദേശീയ ഉപാധ്യക്ഷനായിട്ടുള്ള AP അബ്ദുള്ളക്കുട്ടിയാണ്. CPM മനസ്സിലാക്കേണ്ടത്, ഈ പിണറായിയുടെ കുടുംബം കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളസംഘമാണ്. ആ കൊള്ളസംഘത്തിന്റെ യുവ കൊള്ളക്കാരനാണ് ഈ റിയാസ് മരുമോൻ. ഇപ്പോൾ ഗോവിന്ദ മാഷ് പറയുന്നത് നമ്മൾ രാഷ്ട്രീയമായി നേരിടുന്നു. ഗോവിന്ദ മാഷോടും കോഴിക്കോട്ടെ പാർട്ടിക്കാരോടും എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ കണ്ണൂർ ഒരു ചൊല്ലുണ്ട്, നമ്മള് നാറിയവനെ പേറിയവരും നാറും. നിങ്ങൾ നശിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കൊള്ളസംഘത്തെ നിങ്ങൾ അനുകൂലിക്കാൻ പാടില്ല. ED കൃത്യമായി പണി കൊടുത്തു കഴിഞ്ഞു. ഈ പൊന്നുമോളെ, ഈ കുടുംബത്തിന്റെ മുഴുവൻ സ്വത്തും ഇപ്പോൾ EDയുടെ നിയന്ത്രണത്തിലാണ്. ഇനി അവർക്ക് വിൽക്കാൻ പറ്റില്ല, വാങ്ങാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. എല്ലാ അക്കൗണ്ടുകളും അവര് സ്തംഭിപ്പിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഈ കൊള്ളസംഘത്തെ മാതൃകാപരമായ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇതുവരെ കള്ളപ്പണ വിഷയമായിരുന്നു, ഇപ്പൊ ഫെമ ചാർജ് ചെയ്യപ്പെടാൻ പോവാണ്. അതായത് ഇവിടുന്ന് കട്ട മുതല് വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോവാണ്. അപ്പം ഒരു ഇന്റർനാഷണൽ കൊള്ളസംഘമാണ് ഈ റിയാസിന്റെയും വീണയുടെയും സംഘം. അതുകൊണ്ട് പിണറായി വിജയനും രക്ഷപ്പെടാൻ പോകുന്നത്. ഇപ്പോ ഇതിനെ ഈ CPM ഇതിന് രാഷ്ട്രീയമായിട്ട്, അതായത് വലിയ പകപോക്കലാണെന്നാണ് പറയുന്നത്. കോൺഗ്രസും BJP-യും ഒരുപോലെ ഉപയോഗിക്കുന്നൊക്കെയാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. അല്ല, മെഹബൂബ് പറയുന്നതിൽ എന്താ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ റിയാസിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് സഹപ്രവർത്തകരുണ്ട്. മെഹബൂബിന്റെ വീട്ടിൽ റെയ്ഡ് ചെയ്താൽ വന്നിട്ടില്ലല്ലോ. ഇത് സുഹൃത്തുക്കളല്ല, ഇവന്റെ ബിനാമിയാണ്, ഇവന്റെ കൊള്ള സംഘമാണ്. ആ സംഘം ഇവിടുത്തെ എല്ലാ പരസ്യ ബോർഡുകളിൽ നിന്നും വരുമാനം, ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ പരസ്യത്തിൽ നിന്നുള്ള വരുമാനം പോകുന്നത് ഈ ബിനാമിക്കാരുടെ അക്കൗണ്ട് വഴി, ഇത് റിയാസ് വഴി, വീണ വഴി അങ്ങ് വിദേശത്തേക്കാണ്. അങ്ങനെയുള്ള വലിയൊരു കറക്ക് സംഘമാണ്. അതുകൊണ്ട് ഈ സംഘത്തെ നിങ്ങൾ താങ്ങി നടന്നാലേ നിങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് മെഹബൂബിനോടും കോഴിക്കോട്ടെ പാർട്ടിക്കാരോടും ഈ കൊള്ള സംഘത്തെ നിങ്ങൾ അധികം കൊണ്ടു നടക്കണ്ടാണ് എനിക്ക് അവരോട് ഉപദേശിക്കാനുള്ളത്.